നമുക്കിന്നൊരു സാമ്പാർ വെക്കാം. അപ്പോൾ ആദ്യം ഈ വെണ്ടയ്ക്കനെ വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലോണം ആകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിപ്പിക്കാൻ മതി. ഇത് പായണമെങ്കിൽ നമുക്കിതൊന്ന് എടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഈ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതായെന്ന് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചുവപ്പ് നിറമാവട്ടെ, അതുവരെ നമുക്കിങ്ങനെ വറുക്കണം. ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയെണ്ണ നമുക്കിത് എടുക്കാം. നമുക്കിനി പരിപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ വലിയ ഉള്ളി ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം പറഞ്ഞ് വെക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഇത് വെന്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി വറുത്ത് വെച്ചാണ്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. മുരിങ്ങക്കായ ഒന്ന് പകുതി വെന്തതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. പുളി ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് വെണ്ടയ്ക്കയ്ക്ക് ഈ പുളിയൊക്കെ തന്നെ പിടിക്കട്ടെ. ഇതിപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കൂട്ടായിക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.